ജെന്റൽ പാരന്റിംഗ് എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ മനസ്സിൽ കിട്ടുന്ന ഒരു പിക്ചർ ഉണ്ട്. വളരെ ശാന്തമായിട്ടുള്ളൊരു ഹൗസ്, അവിടെ നല്ല സന്തോഷത്തോടു കൂടി കളിച്ച് ചിരിച്ചു നടക്കുന്ന ഒരു കുട്ടി, ശാന്തമായിട്ട് സമാധാനത്തോടെ മാത്രം സംസാരിക്കുന്ന ഒരു അമ്മയച്ഛനും, അടിക്കില്ല, ചീത്ത പറയില്ല, അവിടെ സന്തോഷം മാത്രമേ ഉള്ളൂ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു അന്തരീക്ഷം ശരിക്കും പ്രായോഗികമാണോ? ജെന്റൽ പാരന്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ ഇംപ്ലിമെന്റ് ചെയ്യാൻ എല്ലാ പാരന്റ്സിനും നടക്കാറുണ്ടോ? പേഴ്സണലി എന്റെ ലൈഫിൽ കൂടെ ജെന്റൽ പാരന്റിങ് അതെങ്ങനെയാണ് കടന്നുപോയത്, ഞാൻ എന്തുകൊണ്ടാണ് ഇന്ന് ചിൽഡ്രൻ ഹാർബറിൽ ജെന്റൽ പാരന്റിങ് ഫോളോ ചെയ്യാത്തത്, ഇനി ജെന്റൽ പാരന്റിങ്ങിന്റെ യുഗം തന്നെ അവസാനിക്കാൻ ചാൻസ് ഉണ്ടോ? അതും അല്ലെങ്കിൽ ജെന്റൽ പാരന്റിംഗ് എന്ന് പറയുന്ന ആ ഒരു പാരന്റിങ് സ്റ്റൈല് അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പല പാരന്റ്സിനും ഫെയിലിയർ ആയി പോകുന്നത് എന്തുകൊണ്ടാണ്, കൺഫ്യൂസ്ഡ് ആയി പോകുന്നത് എന്തുകൊണ്ടാണ്? ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ജെന്റൽ പാരന്റിംഗ് എന്ന് പറഞ്ഞ ആ ഒരു ടൈറ്റിൽ അല്ലെങ്കിൽ ആ ഒരു പാരന്റിംഗ് സ്റ്റൈൽ എന്ന ആ ഒരു കാറ്റഗറിയുടെ അണ്ടറിൽ നിന്നും എനിക്ക് പുറത്ത് ചാടണം, അല്ലെങ്കിൽ എനിക്ക് ആ ഒരു കാറ്റഗറിയുടെ അണ്ടറിൽ ഞാൻ കിടക്കേണ്ട ആവശ്യമില്ല, ചിൽഡ്രൻ ഹാർബർ അങ്ങനെ ആയിരിക്കരുത് എന്ന് തീരുമാനിക്കാനുണ്ടായ കുറച്ച് കാര്യങ്ങൾ ഒന്നെന്ന് പറയുന്നത്, എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്, ഞാൻ ജെന്റൽ പാരന്റിംഗ് ഫോളോ ചെയ്യുന്ന സമയത്ത് ഞാനൊരു ബോക്സിന്റെ ഉള്ളിലാണ്. ആ ബോക്സിൽ കുറെ കാര്യങ്ങളുണ്ട്, അതെല്ലാം ടിക്കായെങ്കിൽ മാത്രമാണ് ശരിക്കും ഞാൻ കോമ്പിറ്റന്റ് ആവുന്നത്, അല്ലെങ്കിൽ അത് എന്നെ വല്ലാതെ ഇൻകോമ്പിറ്റന്റ് ആക്കുന്ന പോലുള്ള ഫീലിംഗ് ഉണ്ടാകാൻ തുടങ്ങി. ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ശരിയാണോ തെറ്റാണോ എന്നുള്ള കൺഫ്യൂഷൻ കാരണം എനിക്ക് ഭയങ്കര ഫ്രസ്ട്രേഷൻ ഉണ്ടാവാൻ തുടങ്ങി. ആ ടിക്ക് ബോക്സസ് നിറയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങ് പാടുപെടുന്ന ഒരു ഫീൽ എനിക്ക് ഉണ്ടായി തുടങ്ങിയപ്പോഴാണ് ജെന്റൽ പാരന്റിങ്ങിന്റെ ആവശ്യം എനിക്ക് ഉണ്ടോ എന്നുള്ള തോന്നൽ വന്നത്. അതുപോലെ തന്നെ മറ്റൊരു റീസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ ഓതന്റിസിറ്റി ഉണ്ട്. അതായത് ഞാൻ ആസ് എ പാരന്റ് ഞാൻ വിചാരിക്കുന്നത് എന്റെ രീതികൾ, ആ രീതിയിൽ ഒരിക്കലും ഒരാളെ ഹാം ചെയ്യാനോ അല്ലെങ്കിൽ ഒരിക്കലും ഫിസിക്കലി അവരെ എന്താ പറയുക ഹേർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ അവരെ പണിഷ് ചെയ്യാനോ ബ്ലെയിം ചെയ്യാനോ ഒന്നുമല്ല. അതിനപ്പുറം മറ്റൊരു പാരന്റിങ് വേ, ഞാൻ എന്റേതാണ് എന്റെ വാല്യൂ ആണെന്ന് വിശ്വസിക്കുന്ന ഒരു ഓതന്റിസിറ്റി, അതൊക്കെ എന്റേതായ ഒരു രീതിയുണ്ട്. എന്റെ മകന് അവന് വേറൊരു രീതിയുണ്ട്. ഓരോ വീടും വ്യത്യസ്തമാണ്. അപ്പൊ നമ്മളൊരു പ്രത്യേക ശൈലി തന്നെ കൊണ്ടു നടന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് മിസ്മാച്ചിങ് ആയിട്ട് ഫീൽ ചെയ്യും. അപ്പൊ നമ്മൾ എന്താണ് ഒരുപാട് കാര്യങ്ങൾ ഫേക്ക് ചെയ്യേണ്ടി വരും. ശരിയാണ്, ഫേക്ക് ഇറ്റ് അണ്ടിൽ യു മേക്ക് ഇറ്റ് എന്നാണ് പറയുന്നതെങ്കിലും നമുക്ക് വി കാൻ ബി ഓൾവേസ് ഫേക്ക് ഇറ്റ് അല്ലെ. നമുക്ക് ചില സമയങ്ങളിൽ ഫേക്ക് ചെയ്യേണ്ടി വരും, അത് ശരിയാണ്. ചില പ്രാക്ടീസസ് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട്, അത് നമ്മൾ അവിടെ എത്താൻ വേണ്ടിയിട്ട്, നമ്മൾ പല കാര്യങ്ങളും പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടി വരും. പക്ഷെ ഓൾവേസ് നമ്മൾ അങ്ങനെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേക്കും അതിൽ നമ്മുടെ റിയൽ ആയിട്ടുള്ള എന്നെ ഞാൻ കാണാതെ ആവുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുന്നത് പോലെ ഒരു ഫീലിംഗ് ഉണ്ടായി. അതൊരു വലിയ റീസൺ ആയിരുന്നു ജെന്റൽ പാരന്റിംഗ് എന്നുള്ള ആ ഒരു കോൺസെപ്റ്റ് മാറ്റിയിട്ട് അത് മാറ്റിവെച്ച് ഞാൻ പാരന്റിംഗ് സ്റ്റൈൽ ചെയ്യാൻ തുടങ്ങിയപ്പം എനിക്ക് ഫീൽ ബെറ്റർ ആവാൻ തുടങ്ങി. ഞാൻ കുറച്ചും കൂടെ എനിക്ക് വെയിറ്റ് കുറച്ച് കുറയാൻ തുടങ്ങി. അതായത് എനിക്ക് ഫ്രീഡം ഉണ്ട്, എനിക്ക് ചൂസ് ചെയ്യാൻ പറ്റും എന്താണ് ചെയ്യേണ്ടതെന്ന്. അപ്പൊ എനിക്ക് ആ ഒരു എന്താ പറയുക കാറ്റഗറി എന്റെ ബോക്സിൽ ഞാൻ പെടുന്നില്ലാത്തപ്പം so I started to feel like something different and which is good for me and also for my son. അങ്ങനെ വന്ന സമയത്താണ് ഞാൻ കംപ്ലീറ്റ്ലി ഓക്കെ, ദിസ് ഇസ് വെയർ ഐ നീഡ് ടു സ്റ്റോപ്പ് ദ ജെന്റൽ പാരന്റിംഗ് ആൻഡ് സ്റ്റാർട്ട് സംതിങ് ഡിഫറെന്റ് എന്നുള്ള ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഡിസിഷനിലേക്ക് ഞാൻ എത്തിയത്. അടുത്ത കാര്യം നോക്കുകയാണെങ്കിൽ നമ്മൾ പലപ്പോഴും പറയുന്ന ഒരു പഴഞ്ചൊല്ലുണ്ട്, ഇല്ലത്തുനിന്ന് പുറപ്പെടുകയും ചെയ്തു ഉമ്മത്തിട്ട് എത്തിയതും ഇല്ലാന്ന്. പല പാരന്റ്സിന്റെയും കാര്യത്തിൽ ജെന്റൽ പാരന്റിന്റെ കാര്യം വരുമ്പോൾ പ്രത്യേകിച്ച് അവിടെയാണ് ഒരു നടുക്ക് എത്തിയിട്ട് എന്ത് ചെയ്യണം എന്നറിയത്തില്ലാത്ത ഒരവസ്ഥയിൽ പെട്ടുപോകുന്ന പാരന്റ്സ് ഒത്തിരി ഉണ്ട്. അവിടെ വെച്ച് പല പാരന്റ്സും പെർമിസീവ് പാരന്റിംഗ് സ്റ്റൈലിലേക്ക് കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് മാറും. അങ്ങനെ ശരിക്കും അതോറിറ്റേറിയൻ പാരന്റിംഗ് സ്റ്റൈൽ എന്ന് പറയുന്നതാണ് നമ്മളെല്ലാം ഏറ്റവും വില്ലനായിട്ട് നമ്മൾ കണ്ടുവരുന്ന ഒരു പാരന്റിംഗ് സ്റ്റൈല്. പക്ഷേ സ്റ്റഡീസിൽ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെർമിസീവ് പാരന്റിംഗ് സ്റ്റൈലാണ് ശരിക്കും ഏറ്റവും വലിയ വില്ലൻ എന്ന് പറയുന്നത്. അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പെർമിഷൻസ് കൊടുത്തോണ്ടിരിക്കുകയാണ് കുട്ടികൾക്ക് വേണ്ട. ഞാൻ എന്റെ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്, പെർമിഷൻസ് അല്ല അവർക്ക് വേണ്ടത്. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബൗണ്ടറീസ് ആണ്, അവർക്ക് ലിമിറ്റ്സ് ആണ്, അവർക്ക് ഇൻസ്ട്രക്ഷൻസ് വേണം, അവർക്ക് കമാൻഡ്സ് വേണം. അങ്ങനെ അവർക്ക് വേണ്ടത് ഒരു റുട്ടീനാണ്. എല്ലാം കൂടെ കൂടുന്ന ഒരു സംഭവമാണ് പാരന്റിന് കൊടുക്കേണ്ടത്. ഈ ജെന്റൽ പാരന്റിംഗിൽ പറയുന്നത് ഇതൊക്കെ തന്നെ ആണെങ്കിലും പക്ഷെ നമ്മൾ അവിടേക്ക് എത്തുന്നതിന് മുമ്പേ തന്നെ നമുക്ക് കൺഫ്യൂഷൻ അടിച്ച് നമ്മൾ താഴത്ത് വെച്ചിട്ട് അതെവിടെയെങ്കിലും ഡ്രോപ്പ് ചെയ്യുന്നതോടുകൂടി പാരന്റ്സ് കുട്ടികളോട് പൊതുവെ നോ പറയാനങ്ങ് മടിക്കും. പാരന്റ്സ് സ്കൂളിൽ വന്നിട്ട് പറയുന്ന ഒരു കാര്യം എന്നിട്ടുണ്ടെങ്കിൽ എനിക്കിപ്പോ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ, വി കാൻ ടോക്ക് ടു ഹർ, അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, ജസ്റ്റ് ലീവ് ഇറ്റ്, ഇഗ്നോർ ചെയ്യാനാണ് കൂടുതൽ ശ്രമിക്കാറുള്ളതെന്ന്. ടീച്ചേഴ്സിന്റെ കംപ്ലൈന്റ് എന്ന് പറയുന്നത് ആദ്യമായിട്ട് ഈ 1ാം ക്ലാസ്സിലേക്കൊക്കെ വരുന്ന കുട്ടികളുണ്ടല്ലോ, ഈ കുട്ടികൾക്ക് നോ എന്ന് പറഞ്ഞ വാക്ക് കേൾക്കാൻ തന്നെ പേടിയാണ്. എന്നോടൊരു പ്രിൻസിപ്പൾ വന്ന് പറഞ്ഞത് ഈ ടേമിൽ കുട്ടികൾ വന്നവരിൽ നോ എന്ന് പറഞ്ഞ വാക്ക് കേട്ടിരിക്കുന്ന കുട്ടികളെ കുറവാണ്.
ജെന്റിൽ പാരന്റിങ് ശരിക്കും പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ നന്നായിട്ട് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാരന്റിങ് സ്റ്റൈൽ തന്നെയാണ്. അതിൽ ഒരു തർക്കങ്ങളും ഇല്ല. ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട് അത് നമുക്ക് ഫോളോ ചെയ്യാൻ അതുപോലെ പറ്റുവാണ്. പക്ഷെ ഈ പറയുന്നത് പോലെ നമ്മൾ പല വഴിക്കും വെച്ച് നിർത്തി കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും വേഴ്സ് ആയിട്ടുള്ള ഒരു ഇമ്പാക്ട് തരാൻ പറ്റുന്ന ഒരു സാധനം ഈ ജെന്റിൽ പാരന്റിങ് തന്നെയാണ്. അവിടെയാണ് നമ്മൾ ഈ പറഞ്ഞ നേരത്തെ പ്രിൻസിപ്പൾ പറഞ്ഞ പോലെയുള്ള കഥകൾ നമ്മൾ കേൾക്കുക. നോ പറയുമ്പോഴേക്ക് കുട്ടികൾ ഫ്രീക്ക് ഔട്ട് ആയി പോകുന്നു, അവർക്ക് കേൾക്കാൻ പറ്റുന്നില്ല എന്നത്. പണ്ടത്തെ കാലത്താണെങ്കിൽ അടിക്കാം, നമുക്ക് കുറച്ച് ചീത്ത പറയാം, അല്ലെങ്കിൽ ശിക്ഷിക്കാം, പണിഷ്മെന്റ് കൊടുക്കാം, ഇതെല്ലാം വെരി കോമൺ ആണ്. അതൊക്കെയാണ് അന്നത്തെ പേരൻസ് അറിഞ്ഞു വെച്ചതെങ്കിൽ ഇപ്പോഴത്തെ പേരൻസ് അറിഞ്ഞു വെച്ചിരിക്കുന്നവരെ വിഷമിപ്പിക്കാൻ പാടില്ല, അവരെ സങ്കടപ്പെടുത്താൻ പാടില്ല, അവരോട് നോ പറയാൻ പാടില്ല, അവർക്ക് എപ്പോഴും നമ്മൾ സ്നേഹം കൊടുത്തുകൊണ്ടിരിക്കണം, അവരെ എപ്പോഴും ഒരു യെസ് കിഡായിട്ട് വളർത്തിക്കൊണ്ടിരിക്കണം, അവർക്ക് പണിഷ്മെന്റ് കൊടുക്കാൻ പാടില്ല, കോൺസിക്വൻസസ് ഇല്ല, റിവാർഡ്സ് ഇല്ല, ടൈം ഔട്ട്സ് ഇല്ല. അപ്പൊ ഇതെല്ലാം കൂടെ നമ്മൾ ഇങ്ങനെ കയറ്റി വെച്ചിട്ട് ശരിക്കും ഇത് എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യണം എന്നുള്ള ഒരു കാര്യത്തിൽ ശരിക്കും കൺഫ്യൂഷൻസ് ആണ് പല പേരൻസിനുള്ളത്. ശരിക്കും ജെന്റിൽ പാരന്റിങ്ങിന്റെ ഒരു വലിയ ട്രെൻഡാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ജെന്റിൽ പാരന്റ് അല്ല എന്ന് പറയാൻ ഇന്നത്തെ തലമുറയിലുള്ള പാരന്റ്സിന് ഇച്ചിരി പേടിയുള്ളത് പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അവരെന്ത് ചെയ്യും, എന്ത് വില കൊടുത്തും ആ ജെന്റിൽ പാരന്റിങ് വേയിൽ കൂടെ അവർ വളർത്താൻ വേണ്ടി നോക്കും. പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ, എല്ലാവരും ജെന്റിൽ പാരന്റ്സ് അല്ല. എല്ലാവർക്കും അങ്ങനെ ഒരു ജെന്റിൽ പാരന്റ് ആവാൻ പറ്റുകയില്ല. നമുക്ക്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, നമ്മൾക്ക് ഓതന്റിക് ആയിട്ട് നമ്മുടേതായിട്ടുള്ള ഒരു സ്റ്റൈൽ ഉണ്ടാവും. ഈ ജെന്റിൽ പാരന്റിംഗ് എന്ന് പറയുന്നത് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ള വേറൊരു കാര്യം, നമുക്ക് കുട്ടികളുടെ എക്സ്പെക്ടേഷൻ വളരെ ലോ ആക്കണം, അവരെ പറ്റി കൂടുതൽ എക്സ്പെക്ട് ചെയ്യുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് നമ്മൾ പറയുന്നുണ്ട്. അതേ സമയത്ത് തന്നെ കുട്ടികളിൽ ലോ എക്സ്പെക്ടേഷൻസ് ആക്കുമ്പോൾ പാരന്റ്സിന്റെ എക്സ്പെക്ടേഷൻ, അതായത് പാരന്റ്സിനെ പറ്റിയുള്ള എക്സ്പെക്ടേഷൻ വളരെ ഹൈ ആക്കി വെക്കുന്ന പോലെയുള്ള ഫീലിംഗ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജെന്റിൽ പാരന്റിങ് ചെയ്താലേ നിങ്ങളുടെ കുട്ടി നന്നാവുള്ളൂ, അല്ലെ ജെന്റിൽ പാരന്റിങ് ചെയ്യാത്ത കുട്ടികളെല്ലാം വഷളായി പോകും, കേടായി പോകും, അങ്ങനെ ഒരു സംഭവമേ ഇല്ല. ഇനി നിങ്ങൾ ജെന്റിൽ പാരന്റ് അല്ല എന്നുള്ളത് കൊണ്ട് നിങ്ങൾ ഒരു നല്ല പാരന്റ് അല്ല എന്ന് ഇല്ല. അതായത് നമ്മൾക്ക് ജെന്റിൽ പാരന്റ് ആവാൻ എല്ലാവർക്കും പറ്റില്ല, അതാണ് വാസ്തവം. ജെന്റിൽ പാരന്റ് അല്ല എന്ന് പറയുന്ന ഒരു ക്രൈം ഒന്നുമല്ല. എനിക്ക് അതിന്റെ ഓതന്റിസിറ്റി നഷ്ടപ്പെടുന്നുണ്ട്, എന്റെ പാരന്റിങ് സ്റ്റൈലല്ലേ, എനിക്ക് ഞാനായിട്ട് ഉള്ള ഒരാളെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല ഞാനൊരു ജെന്റിൽ പാരന്റ് ആവുമ്പോൾ എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും അതിനു വേണ്ടിയിട്ട് ആ മാസ്ക് എടുത്ത് ഇടേണ്ട കാര്യമില്ല. ജെന്റിൽ പാരന്റ് ആയിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും എന്താ പറയാ, ചെയ്യുന്ന കാര്യങ്ങൾ ശരിയാണോ തെറ്റാണോ എന്നുള്ള എപ്പോഴും ഒരു ക്വസ്റ്റ്യൻ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകും. അപ്പോൾ ഭയങ്കരമായിട്ട് ഗിൽറ്റി ഫീലിംഗ് ഉണ്ടാവും, സെൽഫ് ഡൗട്ടിങ് ഉണ്ടാവും. ഇതെല്ലാം കൊണ്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ എപ്പോഴും നമ്മളിങ്ങനെ റീവിസിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഒരു ചെറിയ കാര്യത്തിൽ നമ്മളൊരു മിസ്റ്റേക്ക് ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഐ എം നോട്ട് ഗുഡ് ഇനഫ്, ഞാൻ ചെയ്ത് തെറ്റായി പോയല്ലോ, എന്താ പറയാ, ഡോണ്ട് ഹാവ് എനി ഹോപ്പ്, ഐ കാൻ ഡു ദിസ് എനിമോർ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കുറേ കാര്യങ്ങൾ നമ്മളെ തന്നെ സെൽഫ് പിറ്റിങ് സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ആവശ്യം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ സെൽഫ് അനലൈസ് ചെയ്യേണ്ടത് തന്നെ ഉണ്ട്. ഞാൻ ജെന്റിൽ പാരന്റിങ്ങിന് എതിരാണ് എന്നല്ല ഇതിൽ പറയുന്നത്. ജെന്റിൽ പാരന്റിങ് കൊണ്ട് എനിക്ക് ഉണ്ടായിട്ടുള്ളത്, അല്ലാതെ ഹെൽപ്ഫുൾ ആണെന്ന് എനിക്ക് തോന്നാതിരുന്ന കുറച്ച് കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. പക്ഷെ എന്ന് വിചാരിച്ച് ജെന്റിൽ പാരന്റിങ് കംപ്ലീറ്റ് ഒഴിവാക്കി ഞാൻ ജെന്റിൽ പാരന്റിങ്ങിന്റെ ഒരു കാര്യങ്ങളും ഫോളോ ചെയ്യുന്നില്ല എന്നല്ല. ഞാൻ ഒരിക്കലും ട്രഡീഷണൽ പാരന്റിങ്ങിന് സപ്പോർട്ട് ചെയ്യുന്ന ആളല്ല. ഞാൻ ഒരിക്കലും ട്രഡീഷണൽ പാരന്റിങ്ങിലെ പല കാര്യങ്ങളും വീട്ടിൽ ഇംപ്ലിമെന്റ് ചെയ്യാതിരിക്കാനും ട്രൈ ചെയ്യുന്ന ഒരാളാണ്. പക്ഷെ അതിന് മറിച്ച് ജെന്റിൽ പാരന്റിങ്ങിലെ പല കാര്യങ്ങളും പേഴ്സണലി എടുക്കുകയും അതെന്റെ പ്രാക്ടീസിൽ ഡെയിലി നടക്കാൻ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുമാണ്. പക്ഷെ എന്ന് വിചാരിച്ച് ഐ എം നോട്ട് എ ജെന്റിൽ പാരന്റ്. ഇനി ഞാൻ എന്താണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഐ എം ജസ്റ്റ് ഗുഡ് എനഫ്, അത്ര മാത്രമേ ഞാൻ ഫോക്കസ് ചെയ്യുന്നുള്ളൂ. എനിക്ക് ദേഷ്യം വരും, എനിക്ക് ചില സമയത്ത് ഫ്രസ്ട്രേഷൻ വരും, എനിക്ക് ചിലപ്പോൾ വാക്ക് അവേ ചെയ്യേണ്ടി വരും, എനിക്ക് ചില സമയത്ത് ഞാൻ അവൈലബിൾ അല്ല എന്ന് പറയേണ്ടി വരും, ചില സമയത്ത് ഞാൻ ഡെസ്പാണ്, ഞാൻ വല്ലാതെ ഡിസപ്പോയിന്റഡ് ആയിട്ടിരിക്കുന്ന സമയത്ത് ഞാൻ അങ്ങനെ തന്നെ ഇരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ആ സമയത്ത് ഞാൻ വേറൊരാളായിട്ട് ഞാൻ മറ്റൊരു രീതിയിൽ എനിക്ക് എൻ്റെ മോൻ്റെ അടുത്ത് അഭിനയിച്ച് കാണിക്കാൻ താല്പര്യമില്ല, അല്ലെങ്കിൽ പറഞ്ഞു കാണിക്കാൻ താല്പര്യമില്ല. സോ ഐ ജസ്റ്റ് വാണ്ട് ടു എക്സ്പ്രസ് വാട്ട് ആൻഡ് ഹൂ ഐ ആം. അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടി ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നത് ഒരു സ്റ്റൈലേ ഉള്ളൂ, ജസ്റ്റ് ഗുഡ് ഇനഫ്, അത്ര ആവശ്യമുള്ളൂ. ഒരു പാരന്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കുട്ടിക്ക് സേഫ് ആയിട്ട് നിങ്ങളുടെ വീട്ടിൽ ഉറങ്ങാൻ പറ്റുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടിക്ക് ഒരു കുറ്റബോധമില്ലാതെ അവന് ഉറങ്ങാനുള്ള ഒരു സ്പേസ് കൊടുക്കുന്നുണ്ടെങ്കിൽ, അവന് ഒരിക്കലും അവനെ തന്നെ ബ്ലെയിം ചെയ്യാതിരിക്കാൻ അവന് പറ്റുന്നുണ്ടെങ്കിൽ, അവന് ലൗഡായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഒരു ഗുഡ് ഇനഫ് പാരന്റ് ആണ്. ഓരോ വീട്ടിലും ഒരു സേഫ് ഹെവൻ, അതാണ് നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അല്ലാതെ ഒരു ജെന്റിൽ പാരന്റിങ്ങിന്റെ ഒരു വലിയൊരു ബോക്സിൽ നമ്മളെ എല്ലാവരും കൂടെ എടുത്തിട്ടിട്ട് അതിൽ കൂടെ തന്നെ എല്ലാവരും നടക്കാൻ പാടുള്ളൂ എന്നൊന്നും പറഞ്ഞിട്ട് നമ്മൾ ഒത്തിരി കഷ്ടപ്പെടേണ്ട കാര്യമുള്ളതായിട്ട് തോന്നുന്നില്ല.
അവിടെ നമ്മൾ നോ പറയാൻ പഠിപ്പിക്കേണ്ടി വരും. അവിടെ നമ്മൾ ചിലപ്പോൾ ടൈം ഇൻ കൊടുക്കേണ്ടി വരും, ചിലപ്പോൾ ടൈം ഔട്ടും കൊടുക്കണം. അതിന്റെ റീസൺസ് എന്താണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ചില സമയത്ത് ടൈം ഔട്ട്സ് ചില കുട്ടികൾക്ക് ആവശ്യം വരും എന്ന് ഞാൻ പറയുന്നത്. അപ്പൊ അവിടെയാണ് നമ്മൾ നമ്മുടെ ഗട്ട് ഫീലിംഗ് എന്ന് പറയുന്ന ആ സംഭവം കൂടെ എന്താ പറയാ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത്. അവിടെയാണ് നമുക്ക് എന്താണ് എനിക്ക് ഒതന്റിക് ആയിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്നത്, എന്താണ് ഞാൻ ട്രൂ സെൽഫ്, എന്താണ് എൻ്റെ കുട്ടിക്ക് ആവശ്യമുള്ളത്. അവിടെ നമുക്ക് ജെന്റിൽ പാരന്റിങ് തന്നെ വേണം എന്ന് വാശി പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരുപാട് വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വരും. അവിടെ ചിലപ്പോൾ നമ്മൾ അറിയാണ്ട് പെർമിസീവായി പോകും. അവിടെ ചിലപ്പോൾ നമ്മൾ അറിയാതെ തന്നെ പല കാര്യങ്ങളും കണ്ടില്ല എന്നടിക്കേണ്ടി വരും. അപ്പൊ എല്ലാ കാര്യങ്ങളും കണ്ടു എന്നടിക്കാനും പറ്റും, നമുക്ക് നമ്മുടെ ടൈം എടുക്കാനും പറ്റും. എന്ന് വിചാരിച്ച് നിങ്ങളൊരു ജെന്റിൽ പാരന്റ് ആവാതിരിക്കുക എന്നുള്ളതല്ല ഈ വീഡിയോയുടെ ലക്ഷ്യം. തീർച്ചയായും ഞാൻ എന്തുകൊണ്ട് ജെന്റിൽ പാരന്റ് അല്ല, ചിൽഡ്രൻ ഹാർബർ എന്തുകൊണ്ട് ജെന്റിൽ പാരന്റിങ്ങിന്റെ ഒരു പ്ലേസ് അല്ല എന്ന് മാത്രമാണ് ഈ വീഡിയോയുടെ ഉദ്ദേശം. പക്ഷെ ഓരോ കുട്ടിയുടെയും സേഫ് ഹെവൻ അതാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അതിൽ കൂടെ ഉറപ്പായിട്ടും എല്ലാ കുട്ടികളും എല്ലാ പാരന്റ്സും സാറ്റിസ്ഫൈഡ് ആയിരിക്കും, ജസ്റ്റ് ഗുഡ് ഇനഫ് ആയിരിക്കും. നമുക്ക് വേണ്ട എന്താണ്, ഒരു ഗുഡ് ഇനഫ് ചൈൽഡും ഒരു ഗുഡ് ഇനഫ് പാരന്റും, അത്രേ നമുക്ക് ആവശ്യമുള്ളൂ. അത് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ബ്രീത്ത് ചെയ്യാം, നിങ്ങൾക്ക് സമാധാനമായിട്ടിരിക്കാം, നിങ്ങൾക്ക് ടെൻഷൻ അടിക്കാതെ നമുക്ക് സമാധാനമായിട്ട് ഒരു സൊസൈറ്റിയുടെയും ഒരു ടാർഗറ്റ് ഗ്രൂപ്പിന്റെ ഒന്നും ഇടയിലൊന്നും പെട്ടു പോകേണ്ട കാര്യമില്ല. നമ്മുടെ പാരന്റിങ് സ്റ്റൈല് നമ്മൾ ഒതന്റിക് ആയിട്ട് നമ്മൾക്ക് നമ്മുടേതായ സ്റ്റൈല് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിൽ കുറച്ച് കാര്യങ്ങൾ ഒരിക്കലും നമുക്ക് ചെയ്യാൻ പാടില്ലാത്തതുണ്ട്. ഞാൻ പല വീഡിയോയിലും ചെയ്യുന്ന പോലെ നിങ്ങൾ നിങ്ങളുടെ വേഴ്സ് ആയിട്ടുള്ള ഒരു ഫേസ് കാണിച്ചു കൊടുക്കാതിരുന്നാൽ മാത്രം മതി ഒരു കുട്ടിക്ക്. അപ്പൊ തന്നെ അവിടെ തന്നെ നിങ്ങൾ ചെയ്യുന്നത് ബെസ്റ്റ് ആയിട്ട് വരും. അപ്പൊ ഇത്രേ ഉള്ളൂ വീഡിയോയുടെ ഒരു കണ്ടന്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു ഭാഗം എന്ന് പറയുന്നത്. നിങ്ങൾ ഇതിനെപ്പറ്റി എന്താണ് ചിന്തിക്കുന്നത് എന്നതും കൂടെ നിങ്ങളൊന്ന് കമന്റ് ആയിട്ട് പറയുകയാണെങ്കിൽ ഒത്തിരി ഹെൽപ്ഫുൾ ആയിരിക്കും. അതുപോലെ തന്നെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. നേരത്തും അല്ലെങ്കിൽ ഈ ചിൽഡ്രൻ ഹാർബറിന്റെ ഗ്രോത്ത് എന്ന് പറയുന്നത് നിങ്ങളിൽ കൂടെ തന്നെയാണ്. നിങ്ങളിൽ ഓരോ ആളുകളും ഇത് സബ്സ്ക്രൈബ് ചെയ്യുമ്പോഴാണ് എനിക്ക് മോട്ടിവേഷൻ ഉണ്ടാവുന്നതും എനിക്കിത് കൂടുതൽ കൂടുതൽ വീഡിയോസ് ചെയ്യാൻ പ്രേരണ ഉണ്ടാവുന്നതും. അതുപോലെ തന്നെ ചിൽഡ്രൻ ഹാർബറിന്റെ ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട്, കമ്മ്യൂണിറ്റി ഗ്രൂപ്പാണ്. അതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അതിന്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അതിൽ ഇതുപോലെ തന്നെ പല കാര്യങ്ങളെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്യും. കൂടുതൽ പാരന്റിങ് രീതികളെ പറ്റിയുള്ള വളരെ ചെറിയ ചെറിയ ടോപ്പിക്കുകളെ പറ്റിയൊക്കെ നിങ്ങൾക്ക് അതിൽ നിന്ന് ഇൻഫർമേഷൻസ് എടുക്കാൻ പറ്റും. അപ്പൊ അത്രേ ഉള്ളൂ. എല്ലാവർക്കും